ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുന്നത്തുകൾ ബിദ്അത്തുകൾ സുന്നത്തുകളായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിസ്മരിക്കപ്പെട്ട ഒരു സുന്നത്താണ് ഖുത്ബ പറയുന്ന സമയത്ത് ഖത്തീബ് അല്ലെങ്കിൽ വഅദ് പറയുന്ന സമയത്ത് സംസാരിക്കുന്ന വ്യക്തി ഒരു വടിമേൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യത്തിന്മേൽ അവലംബിച്ചുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പണ്ഡിതന്മാർ സുന്നത്തായി കാണുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് പല തെളിവുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഹക്കം ബിൻ ഹസൻ അൽ ഖുലഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ആളുകളോടൊപ്പം പോയിട്ട് ഖുത്ബക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഷഹിദ്നാ ഫീഹാ അൽ ജുമുഅത മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഞങ്ങൾ ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ജുമുഅക്ക് പങ്കെടുക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫഖാമ മുതവക്കിഅൻ അലാ അസാ ഔ ഖൗസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ സമയത്ത് ഖുത്ബ പറയുന്ന സമയത്ത് ഒരു വടിമേൽ അല്ലെങ്കിൽ ഒരു വില്ലിന്മേൽ അവലംബിച്ചുകൊണ്ട് നിന്നു. ഇത് ഇമാം അബൂ ദാവൂദ് സുനനിലും ഇമാം അഹ്മദ് മുസ്നദിലും ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിലും ഇബ്നു ഖുസൈമ സ്വഹീഹിലും തബറാനി മുഅ്ജമുൽ കബീറിലും അബൂ യഅല മുസ്നദിലും അങ്ങനെ ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസാണിത്. ഇമാം ഹാഫിദ് ഇബ്നു ഹജറും ഇമാം സനആനിയും ഷെയ്ഖ് അൽബാനിയും അങ്ങനെ പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസിനെ സ്വഹീഹായിട്ട് വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വില്ല്, ചില നിവേദനങ്ങളിൽ ഒരു വടി നൽകപ്പെടുകയും അതിമേൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഖുത്ബ പറയുകയും ചെയ്യുകയുണ്ടായി. നൂവില യൗമൽ ഈദി ഖൗസൻ ഫഖതബ അലൈഹി. ചില നിവേദനങ്ങളിൽ ഖതബ അലാ ഖൗസിൻ ഔ അസാ. ഇതും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസാണ്. ഇമാം അബൂ ദാവൂദ് സുനനിലും ഇമാം അഹ്മദ് മുസ്നദിലും അങ്ങനെ പലരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹദീസ്. അതുപോലെ തന്നെ അൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ തന്നെ വേറൊരു ഹദീസിൽ ബലി പെരുന്നാളിന്റെ സാഹചര്യത്തിൽ പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വില്ലോ ഒരു വടിയോ നൽകപ്പെടുകയും അതിൽ പിടിച്ചുകൊണ്ട് അതിൽ അവലംബിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുകയുണ്ടായി. ഫഹമിദല്ലാഹു വഅസ്നാ അലൈഹി വഅമറഹും വനഹഹും. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ വാഴ്ത്തുകയും ചില കാര്യങ്ങൾ ജനങ്ങളെ കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ തൊട്ട് വിലക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇമാം ബൈഹഖി സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസാണിത്. അതുപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസം ഖുത്ബക്ക് മുമ്പ് നിസ്കാരം കൊണ്ടായിരുന്നു തുടങ്ങാറുണ്ടായിരുന്നത്. അതിൽ ബാങ്കോ ഇഖാമത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല പെരുന്നാൾ നിസ്കാരത്തിന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സുമ്മ ഖതബ റിജാല വഹുവ മുതവക്കിഉൻ അലാ ഖൗസ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാർക്ക് ഖുത്ബ പറയുകയുണ്ടായി. എങ്ങനെയാണ് പറയുന്നത്? വഹുവ മുതവക്കിഉൻ അലാ ഖൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വില്ലുമേൽ അവലംബിച്ചുകൊണ്ട് അതിൽ പിടിച്ചു നിന്നുകൊണ്ട്. ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഹദീസുകളിൽ നിന്നും അധിക പണ്ഡിതന്മാരും ജുംഹൂർ ഉലമാക്കളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്യൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്, അയിമത്തുകളിൽപ്പെട്ട പലരും ഈ ഹദീസ് ഷർഹ് ചെയ്യവേ വിശദീകരിക്കവേ ഇബ്നു ഖുദാമ, അന്നവവി, ഷൗക്കാനി, സനആനി, അൽ അദീം ആബാദി റഹിമഹുമുല്ലാഹ് ഇവരൊക്കെ വിശദീകരിക്കവേ എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്? സുന്നത്തായിട്ട് സെയ്ഫ്, വാള് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വാള് എന്ന പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത് അറിയിക്കുന്ന വാളുമേൽ അവലംബിച്ചുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് ഖുത്ബ പറയാ അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണെന്ന് അറിയിക്കുന്ന ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മഅദ് എന്ന് പറയുന്ന കിതാബിൽ 1ാമത്തെ വോള്യത്തിൽ 182ാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വല്ലാഹു തആല അഅലം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.